ജെറമിയ 20-ാം അധ്യായം. പാഷൂറുമായി വിവാദം. ഇമ്മറിന്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽവിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ പ്രവചിക്കുന്നത് കേട്ടു. അവൻ ജെറമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു. പിറ്റേ ദിവസം പാഷൂർ ജെറമിയായെ അഴിച്ചുവിട്ടു. അപ്പോൾ ജെറമിയ അവനോട് പറഞ്ഞു, കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല, സർവത്ര ഭീതി എന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് അവർ ശത്രുക്കളുടെ വാളിനിരയാകും. യൂദ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അവൻ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും. നഗരത്തിലെ സർവസമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യൂദാ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും. ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും. പാഷൂർ, നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടും. അവിടെ വെച്ച് നീയും നിന്റെ വ്യാജപ്രവചനം ശ്രവിച്ച നിന്റെ കൂട്ടുകാരെല്ലാവരും മരിച്ച് മണ്ണടിയും. ജെറമിയായുടെ പരാതി. കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ വായ് തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു. ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. സർവത്ര ഭീതി. അവനെതിരെ ആരോപണം നടത്തുക. നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവന് വഴി തെറ്റിയേക്കാം. അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം, പ്രതികാരം നടത്തുകയും ചെയ്യാം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ, അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ. അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവിന് കീർത്തനം പാടുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു. ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ. രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവന് കേൾക്കാനിടവരട്ടെ. എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിനു മുൻപ് കൊന്നില്ല? എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരമാകുമായിരുന്നു. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനോ? എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചു കൂട്ടുന്നതിനോ?